വെൽക്കം ബാക്ക് ടു അവർ സീരീസ് കൗമാരം വികാരം. ഇന്ന് ഈ എപ്പിസോഡിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വികാരങ്ങളെ തിരിച്ചറിയാനും പേരിടാനും എങ്ങനെ പഠിക്കാം. അതിനൊരു സൈക്കോളജിക്കൽ ടേം പറയുകയാണെങ്കിൽ ഇമോഷണൽ ലിറ്ററസി എങ്ങനെയാണ് നമ്മൾ ആർജിച്ചെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈച്ച് ഇമോഷൻ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. ഓരോ ഇമോഷനും അത് നമ്മളെ ബോഡിയിൽ നിന്ന് വരുന്ന ഒരു മെസ്സേജ് ആണ്. ബോഡിയിൽ സെൻസസ് എക്സൈറ്റ് ആവുകയും ന്യൂറോ കെമിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ് വരെയും ബ്ലഡ് സ്ട്രീമിൽ വ്യത്യാസങ്ങൾ വരെയും ബ്രെയിനിലെ കെമിസ്ട്രിയിൽ മാറ്റം വരെയും ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെ മനസ്സിലാക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു പേരാണ് ശരിക്കും ഓരോ ഇമോഷൻ. ഓക്കെ, നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇപ്പൊ ആങ്സൈറ്റി ഫീൽ ചെയ്ത് കഴിയുമ്പോൾ ശരീരത്തിലെ എല്ലാ ഭാഗത്തുമായിട്ട് നമുക്ക് അതിന്റെ സ്റ്റിമുലേഷൻസ് ഫീൽ ചെയ്യും. പേടി ഫീൽ ചെയ്യുമ്പോഴും നമുക്ക് ശരീരത്തിൽ കണ്ണാണെങ്കിൽ ഭയങ്കരമായിട്ട് എലൈറ്റഡ് ആവും, എപ്പം വേണമെങ്കിലും ഓടാനുള്ള രീതിയിൽ ബോഡി ഫുൾ എനർജിയിലാവും. അങ്ങനെ ഓരോ ഇമോഷനും നമുക്ക് ബോഡിയിലെ മെസ്സേജ്, സന്തോഷമാണെന്നുണ്ടെങ്കിൽ എല്ലാം എനർജി തരും. അപ്പം ഇങ്ങനെ ബോഡിയിലെ മെസ്സേജസ് ആണ് മിക്കവാറും ഇമോഷൻസ് എല്ലാം. ഓക്കെ, അപ്പോൾ ഈ ഇമോഷൻസിനെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ബേസിക് ആയിട്ട് ഇമോഷൻസിന്റെ നെയിംസ് അറിയേണ്ടതുണ്ട്. സൈക്കോളജിയിൽ രണ്ട് ടൈപ്പായിട്ട് ഇമോഷൻസിനെ പറയും: പ്രൈമറി ഇമോഷൻസ്, സെക്കൻഡറി ഇമോഷൻസ്. അതിൽ പ്രൈമറി ഇമോഷൻസ് എന്ന് പറഞ്ഞാല് ഹാപ്പിനെസ്, സാഡ്, ഫിയർ, ആങ്കർ, അതുപോലെ തന്നെ സർപ്രൈസ്, ഇത്രയും കാര്യങ്ങളാണ് പ്രൈമറി ഇമോഷൻസിന്റെ അണ്ടറിൽ വരുന്നത്. സെക്കൻഡറി ഇമോഷൻസിൽ പെടുന്നതാണ് ഗിൽട്ട്, ഷെയിം, ഷൈനെസ്, ഇത്രയും കാര്യങ്ങളാണ് സെക്കൻഡറി ഇമോഷൻസിന്റെ അണ്ടറിൽ വരുന്നത്. പലപ്പോഴും ഈ സെക്കൻഡറി ഇമോഷൻസിന് പ്രൈമറി ഇമോഷൻസ് ഒരു കവറപ്പായി നിൽക്കാറുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഭയങ്കര ദേഷ്യം വരുന്ന സമയത്ത് ആ സമയത്ത് ഉണ്ടാവുന്ന ഈ സെക്കൻഡറി ഇമോഷനാണ് ഈ ദേഷ്യം എന്നുള്ളത്. അതിനെ കവറപ്പ് ചെയ്യാൻ വേണ്ടി പ്രൈമറി ഇമോഷൻസ്, അതായത് സങ്കടമായിരിക്കും മിക്കവാറും അതിന്റെ ബാക്കിൽ ഉണ്ടാവുക. അങ്ങനെ കവറപ്പ് ആയിട്ട് ഇൻസ്റ്റയില് നമ്മളൊരു പോസ്റ്റ് കാണാണ്. ഇപ്പം ഫ്രണ്ട്സ് എല്ലാവരും ഒരു പാർട്ടിയിൽ പോയി എന്നുള്ളതിന്റെ ഒരു പോസ്റ്റ് കണ്ടു കഴിഞ്ഞാല് ഫസ്റ്റില് നമുക്ക് തോന്നുന്നത് ഭയങ്കര ദേഷ്യമാണ്. ദേഷ്യം പിടിച്ചിട്ട് എന്നും പറഞ്ഞിട്ട് ഫോൺ മാറ്റി വെക്കും, എനിക്കിത് കാണണ്ട, അതല്ലേ സ്വൈപ്പ് ചെയ്ത് മാറ്റും. പക്ഷെ ശരിക്കും ഉള്ളില് ഫീൽ ചെയ്യണ സങ്കടമാണ്, ഒറ്റപ്പെടലാണ്. അപ്പം അത് ആങ്കർ ആണ് പുറത്തുക്കിടുന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ സെക്കൻഡറി ഇമോഷൻ ആയിരിക്കും ഉള്ളിൽ ഉണ്ടാവുക എന്നുള്ളതാണ്, അല്ലെ? അപ്പൊ ഇൻസ്റ്റയിലെ പോസ്റ്റിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ഓരോ ഇമോഷനും ഓരോ ട്രിഗർ കൊണ്ടാണ് ഉണ്ടാവുന്നത്. ഇപ്പൊ രാവിലെ എണീറ്റ് കഴിഞ്ഞാല് വളരെ കാമായിട്ട് നിൽക്കുന്നിടത്ത് ഒരു ട്രിഗർ ആയിട്ട് ഒന്നെങ്കിൽ തലയിലേക്ക് ഒരു തോട്ട് വരും, ഇന്ന് സ്കൂളിൽ പോകണല്ലോ എന്നുള്ളത്, അല്ലെങ്കിൽ പാരന്റിന്റെ വിളി വരും, സ്കൂളിൽ പോകണം, ഒരുങ്ങണം എന്നുള്ളത്. അപ്പൊ അതൊരു ട്രിഗറാണ്. ഇതുപോലെ തന്നെ ഓരോ ഇമോഷനും പല രീതിയിലുള്ള ട്രിഗേഴ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പം വ്യത്യസ്ത തരത്തിലുള്ള ട്രിഗേഴ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് എക്സാമിന്റെ റിസൾട്ട് വരുന്ന സമയത്ത് അവർക്കൊരു, അതായത് ഇപ്പൊ എക്സാമിന്റെ റിസൾട്ട് വരുമ്പോ കുറയോ കൂടുമോ എന്നുള്ള ഒരു ടെൻഷൻ, എഴുതിയതിന് അത്ര മാർക്സ് ഉണ്ടോ, അതിന്റെ അതേ കൂട്ടത്തിൽ നിൽക്കുന്ന സാധനമാണ് പാരന്റ്സിന്റെ എക്സ്പെക്ടേഷൻ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കൂട്ടുകാരൻ വന്നിരുന്നേ, അവന് 10ാം ക്ലാസ് ആണ്. ഇപ്പൊ 10ാം ക്ലാസ് തുടങ്ങിയിട്ടുള്ളൂ. 10ാം ക്ലാസ് തുടങ്ങിയ സമയത്താണ് വന്നിട്ടുള്ളത്, ഇപ്പൊ ഓണ പരീക്ഷന്റെ മുൻപായിട്ട്. അപ്പൊ ആളുടെ ഇഷ്യൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, പക്ഷെ അവൻ പഠിക്കാൻ തുടങ്ങിയത് 8ാം ക്ലാസ് മുതലാണ്. 8ാം ക്ലാസ് വരെ ഉഴപ്പി നടക്കുകയായിരുന്നു. അപ്പം ഈ 8, 9 ഇപ്പൊ 10 ആയി കഴിഞ്ഞപ്പോ പാരന്റ്സ് എക്സ്പെക്ട് ചെയ്യാണ് ഇവന് A+ ഫുള്ള് കിട്ടണം എന്നുള്ളത്. അവൻ നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഒരു ഫുൾ A+ന്റെ എക്സ്പെക്ടേഷൻ പാരന്റ്സ് സ്ഥിരമായിട്ട് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്ന പാരന്റ്സ് ഒന്നുമല്ല, എപ്പോഴോ 1-2 വട്ടം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഫാമിലി എക്സ്പെക്ടേഷൻ അത് ഇവന്റെ മനസ്സിലുണ്ടാവും, ഫാമിലി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, എത്തണം എന്നുള്ളൊരു. അതെ അതെ, ഭയങ്കര ആങ്സൈറ്റി ഉണ്ടാക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ട്രിഗേഴ്സ് ആണ് ഇമോഷൻസ് ഉണ്ടാക്കുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്ന ഒരു ട്രിഗർ ഫ്രണ്ട്സിനായിട്ടുള്ള കമ്പാരിസൺ. അതായത് അവൻ എങ്ങനെയാണ്, അവനെ പോലെ ആവണം, ഇവനെങ്ങനെ, ഇവനെ പോലെ ഇനി മാറണം, അത്തരത്തിലുള്ള കമ്പാരിസൺ. അതായത് അവർക്ക് ഇപ്പം കരാട്ടയ്ക്ക് പോകണുണ്ടോ നിന്റെ ഫ്രണ്ട്, കൂട്ടത്തിൽ ഫുട്ബോളിന് പോകണുണ്ടോ നിന്റെ ഫ്രണ്ട്, കൂട്ടത്തിൽ പഠിച്ച് മാർക്ക് വാങ്ങിയിട്ടുണ്ടോ നിന്റെ ഫ്രണ്ട്, അതിന്റെ എല്ലാം കൂട്ടത്തില് അവന്റെ പാരന്റിനോട് അവനെ എത്ര നന്നായിട്ടാണ് ബിഹേവ് ചെയ്യണത്, നീ എന്താ അങ്ങനെ അല്ലാത്തത്. അപ്പൊ അതൊരു ആക്ച്വലി ഭയങ്കര പെയിൻഫുൾ ആണ് ഈ കമ്പാരിസൺ. അത് കുട്ടിക്ക് വേറൊരു ട്രിഗർ ആയിട്ട് തന്നെ മാറാൻ സാധ്യതയുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയ എല്ലാവർക്കും എല്ലാത്തിനും ട്രിഗർ ആയിട്ടുള്ള ഒരു സംഭവമാണ് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയയിൽ വെറൈറ്റി ഓഫ് ട്രിഗേഴ്സ് ആണ്. അതെ,
ഓരോ ഇപ്പൊ മാം നേരത്തെ പറഞ്ഞത് എക്സാമ്പിൾ തന്നെ. അതെ, അതൊന്നുണ്ട്. പിന്നെ ഈ പെർഫെക്ഷന്റെ ഒരു സാധനം വരുന്നുണ്ടല്ലോ. സോഷ്യൽ മീഡിയയിൽ പിക്ചർ പെർഫെക്റ്റ് ആണല്ല, അതെ, നമ്മൾ എന്ത് ക്ലാരിറ്റിയിലാണ് ഇപ്പൊ ഈ വീഡിയോ എടുക്കുന്നത്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ റീൽ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും ഫ്രണ്ട്ഷിപ്സ് ആണെങ്കിലും റിലേഷൻഷിപ്സ് ആണെങ്കിലും പിള്ളേർ കാണുന്നത് എന്താ, പെർഫെക്റ്റ് ആണ്. ഒരു ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് റിലേഷൻഷിപ്പിൽ ഒരു ഇംപെർഫെക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അത് കാണിക്കുന്നില്ലല്ലോ, അവർ നല്ലത് മാത്രമാണല്ലോ കാണിക്കുന്നത്. അതെ, അപ്പൊ ആ ഒരു പിക്ചർ പെർഫെക്റ്റ് ആക്കാനുള്ള ഒരു ശ്രമം ഉണ്ടല്ലോ, അത് പെൺകുട്ടികളുടെ കാര്യത്തിൽ ഒരുപാട് കോസ്മെറ്റിക്സ് വെച്ചിട്ടായിരിക്കും. ആൺകുട്ടികളുടെ കാര്യത്തിൽ അവർ ഈ പറഞ്ഞ പോലെ അവർക്ക് കുറെ അപ്പാരൽസ് വാങ്ങിച്ചിട്ടായിരിക്കും. അപ്പൊ അതൊരു പ്രഷറാണ്. ഞാൻ സോഷ്യൽ മീഡിയയിൽ കാണുന്ന അതേപോലത്തെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ആളായി മാറണം എന്നുള്ള ആ ഒരു പ്രഷർ ഒരു ട്രിഗറാണ്. അപ്പം ഇങ്ങനെ ഇത് ഒരേ ഒരു ട്രിഗറാണ് സോഷ്യൽ മീഡിയ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ട്രിഗേഴ്സ് വരും. അപ്പൊ അങ്ങനെയുള്ള ട്രിഗർ ഫാക്ടേഴ്സ് ഇതുപോലെ ഇമോഷൻസ് ഉണ്ടാക്കും എന്നുള്ളത് ഇമോഷണൽ ലിറ്ററസി നമ്മൾ അറിയുമ്പോൾ, വികാരങ്ങളെ നെയിം ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മൾ വികാരങ്ങൾ ഉണ്ടാവാനുള്ള ട്രിഗേഴ്സിനെ കുറിച്ച് അറിയാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി എങ്ങനെയാണ് നമ്മൾ വികാരങ്ങളെ നെയിം ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് നമുക്ക് ഫോക്കസ് ആയിട്ട് അറിയേണ്ട സംഭവം. ടൂൾസ് ഫോർ ടീൻസ്, അതായത് ടീൻസിന് നമുക്കൊരു ടൂളായിട്ട് കൊടുക്കാൻ പറ്റിയത് മെയിനായിട്ട് പറയുന്നത് വെച്ചാൽ പ്രിപ്പയർ ടു സ്പീക്ക് ഔട്ട്. അതായത് അവരെ സംസാരിക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. ഒന്നെങ്കിൽ ഡയറി ആയിട്ട്, അല്ലെങ്കിൽ നോട്ടായിട്ട്, അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ട്, എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് എഴുതി വെച്ച് അവരുടെ ഇമോഷൻസിനെ ബേൺ ഔട്ട് ചെയ്യുക, പുറത്ത് കളയുക എന്നുള്ളതാണ്. പിന്നെ പറയുന്നത് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ, അതായത് സ്ട്രഗിളിലാണ്, എൻ്റെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ഓക്കെ അല്ല, പിന്നീട് സംസാരിക്കാം, അല്ലെങ്കിൽ ഞാൻ ഈ സിറ്റുവേഷനിൽ സംസാരിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അത്രയും അങ്ങനെ ഇമോഷൻസിനെ അവർക്ക് എക്സ്പ്രസ് ചെയ്യാം. അതെ, അതിപ്പോ എഴുതിയിട്ടാണെങ്കിൽ എക്സ്പ്രസ് ചെയ്യാം, ടൈപ്പ് ചെയ്ത മെസ്സേജസ് ആയിട്ടാണെങ്കിൽ എക്സ്പ്രസ് ചെയ്യാം, പിന്നെ എന്താണ് മാറിയിരിക്കണം എന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ എക്സ്പ്രസ് ചെയ്യാം. അപ്പം ഇതിൽ ഏതാണെന്നുണ്ടെങ്കിലും ആ ഒരു പ്രിപ്പറേഷൻ വേണം. എന്റെ ഇമോഷനെ ഞാൻ എക്സ്പ്രസ് ചെയ്യും എന്നുള്ളത്. ജേർണലിങ് എല്ലാവർക്കും ഇപ്പൊ നന്നായിട്ട് അറിയാം, ജേർണലിങ്ങിനെ കുറിച്ച്. ജേർണൽ എഴുതാം, ഡയറി എഴുതാം. അപ്പൊ ഈ പ്രിപ്പയർ ടു സ്പീക്ക് ഔട്ട് എന്നുള്ളതിൽ വരുന്ന ഒരു പാർട്ടാണ് മെയിൻ ആയിട്ട് ടീനേജേഴ്സിന് കുറച്ച് സ്ട്രഗിൾ ആയിട്ട് വരാം. മിക്കവാറും വളരെ ചെറിയ ഇഷ്യൂസ് ആയിരിക്കും ഇവർക്ക് ഇമോഷൻസ് ആയിട്ട് ഫീൽ ചെയ്യാം. അതായത് ഇപ്പം ചില ടീനേജേഴ്സ് വന്ന് പറയണം പാരന്റ്സിന്റെ അടുത്ത്, പാരന്റ്സിന്റെ ഇഷ്യൂ ആയിട്ട് വന്ന് പറയണം എന്താ വെച്ചാല്, ഞാൻ ടീനേജറാണ്, വീട്ടിലെ മൂത്ത മകളാണ്, പക്ഷെ എനിക്ക് എല്ലാ കാര്യങ്ങളും കോംപ്രമൈസ് ചെയ്യണം, ഞാൻ എല്ലാം കോംപ്രമൈസ് ചെയ്യണം എന്ന് പാരന്റ്സ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പം ബേസിക് ആയിട്ട് കുട്ടികൾക്ക് ചിക്കൻ ഫ്രൈ ഇഷ്ടമാണ്. അപ്പൊ വീട്ടില് ഭക്ഷണം ഉണ്ടാക്കി ചിക്കൻ ഫ്രൈ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ലെഗ് പീസ് വേണമെന്നുണ്ടെങ്കിൽ എല്ലാ പ്രാവശ്യവും ലെഗ് പീസ് കോംപ്രമൈസ് ചെയ്യേണ്ടത് മൂത്ത മകളായ ഞാനായി ആണ് എന്നുള്ളത്. ഈ ഒരു സാധനം എത്രത്തോളം സെൻസിറ്റിവിറ്റി ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് എക്സ്പ്രസ് ചെയ്യാൻ ഒരു കുട്ടിക്ക് ഒരു മടി ഉണ്ടാവും. അപ്പൊ അതില് ആ പറഞ്ഞ പാർട്ട് ഓവർകം ചെയ്തിട്ട് ഇന്നലെ ഉണ്ടായതിൽ എനിക്ക് ഡിന്നർ ടേബിളിൽ ഉണ്ടായ വിഷമം ഇതാണ് എന്നത് സംസാരിക്കാനുള്ള പ്രിപ്പറേഷൻ ഉണ്ടല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ തന്നെ പറഞ്ഞത്, യുവർ ഇമോഷൻസ് ആർ റിയൽ, യുവർ ഇമോഷൻസ് ആർ ഇമ്പോർട്ടന്റ്. നിങ്ങൾ അത് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പാടില്ലാത്തത് കൊണ്ടല്ല അത് എക്സ്പീരിയൻസ് ചെയ്യണത്, അത് നിങ്ങൾക്ക് ആവശ്യമുള്ളതുകൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യണത്. അപ്പൊ ആ ഒരു വാലിഡേഷൻ ഉള്ളിൽ ഫീൽ ചെയ്തിട്ട് ആസ് എ ടീനേജർ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനുള്ള പ്രിപ്പറേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ, അത് എഴുതിയിട്ടാണെങ്കിലും അത് സംസാരിച്ചിട്ടാണെങ്കിലും ചാറ്റ് ചെയ്തിട്ടാണെങ്കിലും ഒക്കെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട്. അതാണ് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ് ഇമോഷൻസിന്റെ പേരുകൾ വരിക. ഓക്കെ. പിന്നെ ഫോർ പാരന്റ്സിന്റെ കേസിൽ എന്ന് പറഞ്ഞാല് ഈ എക്സ്പ്രഷൻ ഇത്രയും ട്രിവ്യൽ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഒരു ടീനേജറിന്റെ ഏറ്റവും മൈന്യൂട്ട് ആയിട്ടുള്ള ഇമോഷണൽ എക്സ്പ്രഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ സ്കൂളിൽ നിന്ന് കുട്ടീനെ കൂട്ടുന്നു, അതൊരു സ്കൂളിലെ സ്പോർട്സ് ഡേ കഴിഞ്ഞ് വരുന്ന സമയത്ത് കുട്ടീനെ കൂട്ടിയിട്ട് കാർ ഓടിച്ച് പോണ സമയത്ത് സ്പോർട്സ് ഡേയിൽ ഉണ്ടായ ഇഷ്യൂസ് ഇങ്ങനെ സംസാരിച്ച് വരുമ്പം അത് ഭയങ്കര ഷൗട്ട് ചെയ്തിട്ട് എക്സ്പ്രസ് ചെയ്യും, ഭയങ്കര ചിരിച്ചിട്ട് എക്സ്പ്രസ് ചെയ്യും. ഓക്കെ. അപ്പോ ഇത് മൊത്തത്തിൽ കേൾക്കാന്, ലിസൺ ചെയ്യാന്, വളരെ ശാന്തമായിട്ട് ആ ഒരു പ്രോസസ്സ് കൂടി കടന്നു പോവാന്, അതിനൊരു ക്രിട്ടിക്കൽ അനാലിസിസ് ഇല്ലാണ്ട് ഇതൊന്നും ഇത്ര ഷൗട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അത് ക്രിട്ടിക്കൽ അനാലിസിസ് ആണ്. അല്ലെങ്കിൽ എന്താ പറയാ, ആ കുട്ടി അങ്ങനെ ചെയ്തതിന് ഈ വീണ് പോയിട്ട് എന്റെ മാർക്ക് പോയത് എന്റെ പ്രശ്നമാണോ? അപ്പൊ ആ കുട്ടിക്കാണ് വാലിഡേഷൻ പോണത്, എനിക്കല്ല വാലിഡേഷൻ വരുന്നത്.
വരുന്ന അത് വരരുത്. വിലയിരുത്താൻ വേണ്ടി അല്ല ഒരിക്കലും ഒരു ടീനേജർ നമ്മളോട് സംസാരിക്കുന്നത്. അവരെ ഇമോഷൻസിനെ ബേൺ ഔട്ട് ചെയ്യണം, അതായത് കളയാണ്. അതെ. അപ്പൊ ആ ഒരു സാധനം ഇപ്പുറത്ത് നിൽക്കണ കേൾക്കണ ആളായിട്ടുള്ള പാരന്റിന്റെ അടുത്ത് നിന്ന് വരുമ്പോഴാണ് പിന്നെ റൂട്ടീൻ കോൺവെർസേഷൻസ് ഇൻസൈഡ് ദി ഫാമിലി. എന്തിനു വേണ്ടിയിട്ട്? ഇമോഷൻസ് ലിറ്ററസി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കാറിൽ ഇരുന്നിട്ടാവാം, അത് വീട്ടില് രാത്രി എല്ലാവരും ബെഡില് ഒന്നിച്ച് ഫാമിലി ടൈമിൽ ഇരിക്കുമ്പോഴാവാം, ഡിന്നർ ടേബിൾ ഡിസ്കഷൻസിലാവാം. മോഡലിംഗ് ഇമോഷണൽ ലിറ്ററസി എന്ന് പറഞ്ഞ സാധനം ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞു പോയിട്ടുള്ള പാരന്റ് പറയാണ്, നിന്റെ സ്റ്റേജില് ഞാനും ഇതുപോലത്തെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, എനിക്കും പെയിൻ ഫീൽ ചെയ്തിട്ട് തന്നെയാണ് ഞാൻ പലപ്പോഴും പല ഇവന്റ്സിലും പങ്കെടുത്തിട്ടുള്ളത്. രാവിലെ എണീറ്റിട്ട് സ്കൂളിൽ പോകുമ്പോൾ വയറുവേദന എന്ന് പറയുമ്പോൾ പാരന്റ് പറയാണ്, എനിക്കും വയറുവേദന ഉണ്ടാവുമ്പോൾ ഞാൻ സ്കൂളിൽ പോയിരുന്നു. അപ്പൊ വയറുവേദന ഇസ് കണക്റ്റഡ് ടു ആങ്സൈറ്റി ആൻഡ് മടി, അതുകൊണ്ട് പാരന്റ് അത് സഫർ ചെയ്തിരുന്നു, ഞാനും സഫർ. ആ ഒരു മോഡലിംഗ് പാർട്ട് പാരന്റ്സിന്റെ അടുത്തുനിന്ന് ഇമോഷണൽ ലിറ്ററസിയിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് മോഡൽ ചെയ്യാനുള്ള വേരിയസ് സിറ്റുവേഷൻസ് ഉണ്ടാക്കലും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഹൗ ടു അണ്ടർസ്റ്റാൻഡ് ഇമോഷൻസ്, നെയിം ഇമോഷൻസ് എന്നുള്ളതിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ സംസാരിക്കുക ഹൗ ടു റെഗുലേറ്റ് ഇമോഷൻസ് എന്നുള്ളതിനാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് എപ്പിസോഡ് ഓഫ് ദിസ് വീഡിയോ.